എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 122-ാം ഭാഗമാണ് നിങ്ങൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം, കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കം വരാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ജീപ്പിൽ നിന്നിറങ്ങിയ 3 പേരെ അല്പം അവിശ്വസനീയതയോടെയാണ് അനു നോക്കിക്കണ്ടത്. പെട്ടെന്ന് ഇവരെവിടെ നിന്നും വന്നു? തൻ്റെ നിസ്സഹായാവസ്ഥ അറിഞ്ഞു വന്നതാണല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുമാണല്ലോ മാമന്മാർ 2 പേരും അരുണും കൂടി അവിടെ എത്തിയത്. ഏതായാലും ഇപ്പോൾ തനിക്ക് ആശ്രയിക്കാനുള്ളവർ 3 പേരായി. റിജി ചോദിച്ചാൽ വിവരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അവരിൽ തന്നെ അരുണാണ് ഏറ്റവും മുമ്പിൽ വരുന്നത്. അവൻ വളരെ വേഗം തന്നെ അനുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി ചേച്ചി? എന്താ കുഴപ്പം? എന്തോ ഒരു പ്രശ്നമുള്ളതായി ചേച്ചിയുടെ മുഖം കണ്ടിട്ട് തോന്നുന്നല്ലോ. സമയവും സന്ധ്യയാകാറായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അവർ 2 പേരും ചേച്ചിയെ കണ്ടില്ലായിരുന്നു. ആരാണ് ആ വഴി തടഞ്ഞു നിൽക്കുന്നവൻ? ഒറ്റ ശ്വാസത്തിൽ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് എങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കും? എല്ലാത്തിനും കൂടി ഒരു ഉത്തരമേയുള്ളൂ. അതുകൊണ്ട് ആ നിൽക്കുന്നയാളുടെ പേരങ്ങ് പറഞ്ഞു. അപ്പോൾ അവൻ അടുത്ത സംശയം വരുന്നു. അങ്ങനെ ഒരാൾ വെറുതെ വഴി തടഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വെള്ളരിക്കാപട്ടണമൊന്നുമല്ല. ഇത് അവൻ്റെ തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ. മഠത്തിലേക്ക് പോകുന്ന വഴിയല്ലേ. ഇനി അഥവാ തടഞ്ഞാലും ഇടമുളയിലെ പെണ്ണിൻ്റെ മകളെ വഴിയിൽ തടയാൻ മാത്രം ധൈര്യമുള്ളവൻ ഏതവനാണ് എന്ന് ഒന്ന് കണ്ടിട്ട് തന്നെയേ ബാക്കി കാര്യമുള്ളൂ. നീ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൂടി ഒരു ഉത്തരം മതിയാകും എന്ന് തോന്നുന്നു. ആ വഴി തടഞ്ഞു നിൽക്കുന്ന ആളിൻ്റെ പേര് റെജി എന്നാണ്. അവൻ നേരത്തെ ഒരു കാര്യം എന്നോട് ചോദിച്ചിരുന്നു. ഞാനതിന് മറുപടിയും പറഞ്ഞതാണ്. പക്ഷേ അവൻ ആഗ്രഹിച്ച മറുപടിയല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത്. അതുവരെ അവൻ വഴി തടഞ്ഞു നിൽക്കും. അവനെ തള്ളി മാറ്റിയിട്ട് പോകാൻ കഴിയുമെങ്കിൽ പൊയ്ക്കോളാനാണ് എന്നോട് പറഞ്ഞത്. എന്നെക്കൊണ്ടത് പറ്റില്ലടാ. എന്ന് പറഞ്ഞാൽ അവൻ ആര്? നിരത്തുംതൊട്ടിലെ ആസ്ഥാന ഗുണ്ടയോ? അങ്ങനെ ഒരാൾ ഉള്ളതായി കേട്ടിട്ട് പോലുമില്ലല്ലോ. ഏതായാലും ഈ സമയത്ത് ഇവിടെ വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ പെങ്ങൾ ആകെ വിഷമിച്ചു പോയേനെ. ആരൊക്കെയോ നിരത്തും തട്ടിൽ നിന്ന് നോക്കുന്നുണ്ട്. നോക്കി നിൽക്കുന്നവന്മാരൊക്കെ കണ്ട് രസിക്കുകയല്ലാതെ ഒരു കാര്യത്തിനു വേണ്ടിയും ഇടപെടില്ല. വേണമെങ്കിൽ പിന്നെയും അവൻ്റെ സൈഡ് പറയാനേ ആൾ കാണുകയുള്ളൂ. ചേച്ചിക്ക് ചേച്ചിയുടെ അഭിപ്രായമല്ലേ പറയാൻ കഴിയൂ. അവൻ്റെ അഭിപ്രായം പറയാൻ അവൻ്റെ മനസ്സിനുള്ളിലല്ലല്ലോ നമ്മളിരിക്കുന്നത്. ചേച്ചി ചേച്ചിയുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അവൻ വഴി മാറുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാറ്റാനുള്ള പണി നോക്കാം. ഏതായാലും ഞങ്ങൾ പോയി ഒന്ന് പറഞ്ഞു നോക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും അമ്മാവന്മാരായ ജോസും ബേബിയും സ്ഥലത്തേക്ക് എത്തി. ജോസിനെ പറ്റി അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്കവാറും സമയവും തോളിൽ തോക്കുമായിട്ടാണ് ജോസിനെ ആദ്യകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. വെടിക്കാരൻ ജോസ് എന്നൊരു വിളിപ്പേരും കൂടിയുണ്ട്. ഇപ്പോൾ കുറേ കാലമായി നായാട്ടിനൊന്നും പോകാറില്ലെങ്കിലും തോക്ക് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ലൈസൻസ് ഉള്ളതുമാണ്. എപ്പോഴെങ്കിലും എടുത്തൊരെണ്ണം തരാൻ തോന്നിയാൽ റെജിയുടെ കാര്യം തീർന്നത് തന്നെ. ജോസിനെ പിന്നെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും റെജിക്ക് നേട്ടമൊന്നുമില്ലല്ലോ. ജോസും ബേബിയും വന്നപാടെ അനുവിനോട് കാര്യം ചോദിച്ചു. അവൾ അരുണിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ അവരോടും പറഞ്ഞു. അവർക്കും റെജിയുടെ പെരുമാറ്റം തീരെ ദഹിച്ചില്ല. അല്ലെങ്കിൽ തന്നെ അത് ആർക്ക് ദഹിക്കും? അഹങ്കാരമല്ലേ അവൻ കാണിക്കുന്നത്. അപ്പോഴേക്കും നിരത്തും തട്ടിലെ കുറച്ചു പേർ കാഴ്ച കാണാൻ അങ്ങോട്ടേക്ക് വന്നു. ഇന്ന് എന്തെങ്കിലും നടക്കുമായിരിക്കും എന്ന കണക്കുകൂട്ടലിലാണ് അവരുടെ വരവ്. കൂട്ടത്തിൽ തന്നെയുള്ള ഉപ്പുമാക്കൽ തൊമ്മച്ചൻ ജോസിൻ്റെയൊക്കെ സമപ്രായക്കാരനാണ്. അയാൾ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, ഇത് ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. പണ്ട് ഇവൻ്റെ അപ്പനെ ഇതേ ജോസ് അടിച്ചിട്ടത് ഏതാണ്ട് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. ജോസിന് താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല, ഇരന്ന് വാങ്ങിയതാണ്.
ഏതായാലും അവൻ്റെ കൈ വീണാൽ റെജിയുടെ കാര്യം പോക്കാ. എഴുന്നേറ്റ് പോകണമെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ആവേണ്ടി വരും. ഏതായാലും നോക്കാം. മുന്നോട്ട് പോകാൻ വലതുകാൽ വെച്ച് നിന്ന അരുണിനൊപ്പം തന്നെ അവർ രണ്ടുപേരും കൂടി റെജിയുടെ അടുത്തേക്ക് എത്തി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആളായതുകൊണ്ടാണെന്ന് തോന്നുന്നു 3 പേർ തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ടും അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. നീ എന്താ പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ലേ? വഴി തടഞ്ഞു നിൽക്കുന്നത്? അങ്ങ് മാറിക്കൊടുക്ക്, ആ കൊച്ചങ്ങ് പോകട്ടെ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നീ രാവിലെ വരെ അവിടെ കയറി നിന്നു. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. ഇപ്പോൾ തൽക്കാലം അവിടെ നിന്ന് വഴിമാറി കൊടുക്കണം. പറഞ്ഞത് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പയ്യനാണ്. തന്നേക്കാൾ 2-3 വയസ്സെങ്കിലും കുറവ് കാണും. മൂക്കള ഒലിപ്പിച്ച് നടക്കുന്ന കാലത്തെ താൻ അറിയുന്നതല്ലേ അവനെ. കൂടെയുള്ള 2 പേരും നിരത്തും തട്ടിൽ അത്യാവശ്യം ഏക്കമുള്ള കുടുംബത്തിലെ ആളുകളാണ്. അവരുടെ പേരുകളൊന്നും ഓർമ്മയില്ല. എന്നാലും വീട്ടുപേര് ഓർമ്മയുണ്ട്, ഇടമുളയിൽ. അവർക്ക് ഇവളുമായി എന്താണാവോ ബന്ധം? ആ ചെക്കൻ അവരുടെ മകനായിരിക്കും. മിക്കവാറും ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ആ ചെറുക്കൻ ഇടപെട്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പേടിപ്പിച്ചാൽ അങ്ങ് പോയിക്കോളും. എല്ലാവരെയും ഒന്നും വഴി നടക്കാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഇവളോട് ഞാൻ ന്യായമായ ഒരു കാര്യം ചോദിച്ചിരുന്നു. അതിൻ്റെ മറുപടി തരാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ മറുപടി കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഈ വഴിയിൽ നിന്ന് മാറും. ഇല്ലെങ്കിൽ നീയല്ല, നിന്നേക്കാളും കുറച്ചുകൂടി വലിയവൻ വിചാരിച്ചാലും റെജി ഇവിടെ നിന്ന് മാറില്ല. മാറില്ലെന്ന് പറഞ്ഞാൽ മാറില്ല, അത്ര തന്നെ. തീരുമാനം തന്നെയാണ്. അല്ലെങ്കിൽ നീ എന്നെ മാറ്റാൻ കഴിയുമോ എന്നൊന്ന് നോക്കടാ. കാണട്ടെ നിന്റെ ഉശിര്. അരുൺ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുൻപ് ഇടപെട്ടില്ലെങ്കിൽ ചെറുപ്പത്തിലെ എടുത്തിയാട്ടത്തിന് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. തങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആ പാരമ്പര്യം കാണിക്കാതിരിക്കുമോ അവൻ? പള്ളിയിലെ കപ്പ്യാരായി നടന്ന കാലം മുതൽ നിന്നെ അറിയുന്നവരാണ് ഞങ്ങൾ. നിന്റെ മാതാപിതാക്കളെയും നന്നായി അറിയാം. വെറുതെ ഒരു കോടി ചോദ്യത്തിന് നിൽക്കണ്ട. ഞങ്ങളുടെ പെങ്ങളുടെ മകളാണ് ഇവൾ. കാര്യം അവൾ താമസിക്കുന്നത് കോൺവെൻറ്റിലാണ്. അതൊക്കെ വകുപ്പ് വേറെ. അതിപ്പോൾ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മര്യാദയ്ക്ക് പറയുന്നത് വഴിമാറിക്കൊടുക്കാൻ. മര്യാദയ്ക്ക് തന്നെയാണല്ലോ താനും പറഞ്ഞത്. തൻ്റെ ആവശ്യം മര്യാദയുള്ള ആവശ്യമല്ലേ? അതങ്ങ് സമ്മതിച്ചാൽ പോരെ? അവൾക്ക് കടന്നു പോകാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും നേരം ഇവിടെ നിൽക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളുമൊന്നും എനിക്കറിയണ്ട. എന്നെ ബോധ്യപ്പെടുത്തുകയും വേണ്ട. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ ആവശ്യം ന്യായമാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇവൾ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് തൃപ്തികരമായ ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറയട്ടെ, എന്നിട്ട് ഞാൻ മാറാം. ഇല്ലെങ്കിൽ നീ മാറില്ല എന്നാണോ? അത് തീർച്ച തന്നെയാണോ? ഇടമുളയിൽ ജോസിന് മുന്നിൽ തടസ്സങ്ങളായി നിന്ന ഒരുത്തനെയും ജോസ് മാറ്റാതിരുന്നിട്ടില്ല. വിവരമറിയണമെങ്കിൽ നീ നിൻ്റെ അപ്പൻ ആനത്താര പൈലോയോട് പോയി ചോദിക്ക്. ഒരു ദിവസം അവനും എനിക്ക് തടസ്സം നിന്നതാ. മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ മീശയും പിരിച്ചുകൊണ്ട് നിന്നു. അവൻ തറയിൽ നിന്ന് എഴുന്നേറ്റത് പിറ്റേ ദിവസം കാലത്തെയാണ്. ഒറ്റയടിയേ അടിച്ചുള്ളൂ, വെറും ഒരെണ്ണം. അത് കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് കൈക്കരുത്തിൽ ഇപ്പോഴും ഒരു കുറവുമില്ല. അപ്പോൾ ഇതാണ് പണ്ട് അപ്പനെ അടിച്ച് തറയിലിട്ട ഇടമുളയിൽ ജോസ്. അപ്പൻ പറയുമായിരുന്നു അവൻ്റെ കൈക്ക് 2 പേരുടെ കൈക്കുള്ള ബലമുണ്ടെന്ന്. അതറിഞ്ഞിരുന്നെങ്കിൽ അവനോട് ഉടക്കാൻ പോകില്ലായിരുന്നു എന്നാണ് അപ്പൻ പറഞ്ഞത്. ഇപ്പോൾ ഇയാളെ സൂക്ഷിക്കണം. മാത്രമോ, കൂടെ 2 പേരും കൂടെയുണ്ട്. ഒരുത്തനാണെങ്കിൽ ചെറുപ്പക്കാരൻ, അയാളുടെ മകനാണെന്ന് തോന്നുന്നു. കൈക്കരുത്ത് അവനും പാരമ്പര്യം കാണാതിരിക്കില്ലല്ലോ. അവനെങ്ങും മര്യാദയ്ക്ക് മാറില്ല പപ്പ. എൻ്റെ പെങ്ങൾ കുറേ സമയമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ അധിക നേരം കാത്തു നിൽക്കേണ്ട ആവശ്യം അവൾക്കുണ്ടോ? അതും നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ. അതുകൊണ്ട് കയ്യോങ്ങി ഒന്നങ്ങ് കോട്. പണ്ട് അവൻ്റെ അപ്പനിട്ട് കൊടുത്തതുപോലെ തന്നെ. ഇല്ലെങ്കിൽ പറ, ഞാൻ റെഡിയാണ്. ഇവൻ ന്യായമായ നിലയ്ക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. അരുണനെ ഇടപെടുത്തിയാൽ അത് ഒരാരംഭമാകും. ഒറ്റ ഒരു അടിയടിക്കാൻ മാത്രമേ മടിയുണ്ടാവുകയുള്ളൂ. പിന്നെ ആർക്കിട്ട് എപ്പോൾ കൊടുക്കണമെങ്കിലും മടിയുണ്ടാവുകയില്ല. അത് തനിക്ക് തന്നെ അനുഭവമാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടിപിടിയൊക്കെ തുടങ്ങാൻ എളുപ്പമാണ്.
ഇവനെയും ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ മരുമകൾ കൊച്ച് വഴിയിൽ നിൽക്കുകയാണ്. ആ വഴി തടഞ്ഞാണ് ഇവൻ നിൽക്കുന്നത്. കടന്നു പോകാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ജോസിനോട് ക്ഷമിക്കുക. പഴയ സ്വഭാവം തന്നെ ഒരിക്കൽ കൂടി എടുക്കാൻ പോകുന്നു. എന്തായാലും നീ മാറില്ലല്ലോ. നിന്നെ മാറ്റാതിരിക്കാൻ എനിക്ക് പറ്റുകയുമില്ല. അതുകൊണ്ട് നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ അപ്പനോട് വിവരം പറഞ്ഞേക്ക്. എനിക്കും ഇടമുളയിൽ ജോസിയേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊരെണ്ണം ബോണസായി നിനക്ക് കിട്ടിയെന്നിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന ജോസിയേട്ടനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ റെജിക്ക് പേടിയായി. അയാളുടെ കയ്യിൽ നിന്നും ഒരെണ്ണം വാങ്ങാതിരിക്കാനുള്ള പണി ഇനി എന്താണ് എന്ന് അവൻ പെട്ടെന്ന് ചിന്തിച്ചു നോക്കി. തൽക്കാലം ഞാനങ്ങ് മാറിയേക്കാം. ജോസിയേട്ടനെ കണ്ട് പേടിച്ചിട്ടോ ബാക്കി രണ്ടുപേരും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ പറയുന്നതല്ല. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കാനും അടിച്ചു തകർക്കാനും ഇഷ്ടം പോലെ ഗുണ്ടകൾ എൻ്റെ കീഴിലും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അത് പരിഹരിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. എന്നതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് മാറുകയാണ്. റെജി വഴിയിൽ നിന്ന് മാറി. അനു അമ്മാവന്മാരെയും അരുണിനെയും നോക്കി കൈവീശിയിട്ട് കോൺവെൻറ്റിലേക്ക് വേഗം നടന്നുപോയി. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. ഓക്കേ.